സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ജസ്റ്റിൻ തോമസ്. അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കുന്നത് നമ്മുടെ ഈ പുതിയ വർഷത്തിലെ 2020 നമ്മുടെ പുതിയ തീരുമാനങ്ങൾ, പ്രതിജ്ഞകളൊക്കെ എന്താണെന്നുള്ളതാണ്. ഇതിനാണ് പറയുന്നത് എന്താണ്, വാട്ട്സ് യുവർ ന്യൂ ഇയേഴ്സ് റെസൊല്യൂഷൻ എന്ന് ചോദിക്കാറുണ്ട്. സാധാരണ പൊതുവേ ഇതൊക്കെ വിദേശ രാജ്യങ്ങളിൽ നമ്മുടെ ഇവിടെയൊക്കെ എല്ലാവരും ചോദിക്കുന്നത് അല്ലേ, നമ്മുടെ പുതിയ എന്തെങ്കിലും പ്രതിജ്ഞ ഉണ്ടോ. പലരും പറയും നമ്മുടെ എന്താണ് ചില ദുശീലങ്ങൾ മാറ്റണം, അല്ലെ പുതിയതായിട്ടുള്ള പുതിയ ശീലങ്ങളൊക്കെ കൊണ്ടുവരണം എന്ന് പറയാറുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ സുഹൃത്തുക്കളോട് നമുക്ക് ചോദിക്കാം, വാട്ട്സ് യുവർ ന്യൂ ഇയേഴ്സ് റെസൊല്യൂഷൻ. അപ്പോൾ വാട്ട്സ് എന്നത് വാട്ട് ഈസ് എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. മനസ്സിലായെന്ന് കരുതുന്നു. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഇന്ന് ഏകദേശം ഒരു 40-50ഓളം പല റെസൊല്യൂഷൻസ്, നിങ്ങൾക്കിതായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ വേറൊന്നായിരിക്കാം. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റിൽ നിങ്ങളുടെ റെസൊല്യൂഷൻ എന്താണെന്നുള്ളത് നിങ്ങൾ എഴുതുക. ഇനി ആദ്യമായിട്ട് നമുക്ക് നോക്കാം. എൻ്റെ സുഹൃത്തിനോട് ഞാൻ ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു, ഐ ഹാവൻറ്റ് ഈവൻ തോട്ട് അബൌട്ട് ഇറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഞാൻ അതിനെപ്പറ്റി ചിന്തിച്ചിട്ട് പോലില്ല. ഐ ഹാവൻറ്റ് ഈവൻ തോട്ട് അബൌട്ട് ഇറ്റ്. ഓക്കെ, ഞാൻ ചിന്തിച്ചിട്ടേ ഇല്ല എന്നാണ് പറഞ്ഞത് അല്ലേ. പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസിലാണ് ഇത് പറഞ്ഞിരിക്കുന്നത് അല്ലേ. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ടെൻസ് സംസാരിക്കുന്നില്ല. കാരണം എന്താണ്, നമ്മൾ അതൊക്കെ നേരത്തെ ഉള്ള പല ചാപ്റ്ററുകളും പഠിച്ച് ബോറടിച്ചതാണ് അല്ലേ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഇതുവരെ എൻ്റെ ചാപ്റ്ററുകൾ കണ്ടിട്ടില്ലെന്നുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ പൂർണ്ണമായിട്ടുള്ള ചാപ്റ്റേഴ്സ് ഉണ്ട് ക്രമത്തിൽ. ഇനി മറ്റൊരു സുഹൃത്ത് എന്നോട് പറഞ്ഞു, അതിലൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. എന്താ ഈ ന്യൂ ഇയറിലുള്ള റെസൊല്യൂഷനിലൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. ഐ ഡോണ്ട് ബിലീവ് ഇൻ ന്യൂ ഇയേഴ്സ് റെസൊല്യൂഷൻ. ഓക്കെ, റെസൊല്യൂഷൻ ഞാൻ പറഞ്ഞല്ലോ എന്താണ്, തീരുമാനം അല്ലെങ്കിൽ പ്രതിജ്ഞ. അപ്പോൾ ഒരു പുതിയ വർഷത്തിൽ എവറി ഡേ ഈസ് എ ഗുഡ് ഡേ ടു മേക്ക് എ ന്യൂ റെസൊല്യൂഷൻ എന്നാണ് പറഞ്ഞത്. ഇപ്പം ന്യൂ ഇയർ ആയിരിക്കണമെന്നില്ല, എല്ലാ ദിവസവും ഒരു നല്ല ദിവസങ്ങളാണ്, നമുക്ക് എപ്പോൾ വേണം ഡിസിഷൻ എടുക്കാമെന്നാണ് പറഞ്ഞത്. മറ്റ് സുഹൃത്തുക്കൾ പലരും പറഞ്ഞ കാര്യങ്ങളാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അതല്ലാതെ ഞാൻ കുറച്ച് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ റെസൊല്യൂഷൻ എന്താണെന്ന് നിങ്ങൾ പറയുക. അപ്പോൾ ഒരു സുഹൃത്ത് പറഞ്ഞ്, ഐ വോണ്ട് ടു സ്റ്റാർട്ട് വേക്കിംഗ് അപ്പ് ഏർലിയർ. വേക്കപ്പ്, ഉണരുക എന്നാണ് പറഞ്ഞത് അല്ലേ. അപ്പോൾ നമ്മൾ പറഞ്ഞത് എന്താണ്, ഗെറ്റപ്പ് ആയിരിക്കും ബെറ്റർ. അപ്പോൾ എന്താണ് പറഞ്ഞത്, ഐ വോണ്ട് ടു സ്റ്റാർട്ട് ഗെറ്റിംഗ് അപ്പ് ഏർലിയർ. അപ്പോൾ നേരത്തെ എഴുന്നേക്കണമെന്ന്. മൈ ന്യൂ ഇയർ റെസൊല്യൂഷൻ ഈസ് ടു ഡ്രിങ്ക് മോർ വാട്ടർ. ഓക്കെ, എന്താണ്, പലരും വെള്ളം കുറച്ചാണ് കുടിക്കുന്നത് അല്ലേ, കൂടുതൽ വെള്ളം കുടിക്കണം. ഒരു ദിവസം ഒരു 4 ലിറ്റർ വെള്ളം കുടിക്കണം എന്നുള്ളതാണ് പുതിയ റെസൊല്യൂഷൻ ചിന്തിക്കുന്നത് അല്ലേ. ഐ വോണ്ട് ടു ലൂസ് 10 kg. ഓക്കെ, എന്താണ്, 10 കിലോ വെയിറ്റ് കുറക്കണം അല്ലേ. ഒരുപാട് പേര് പറഞ്ഞു ഐ വോണ്ട് ടു ലൂസ് വെയിറ്റ്. ഐ വോണ്ട് ടു സ്റ്റോപ്പ് സ്മോക്കിംഗ്, അല്ലെങ്കിൽ ഐ വോണ്ട് ടു ക്വിറ്റ് സ്മോക്കിംഗ്. ഐ വോണ്ട് ടു ട്രാവൽ മോർ, കൂടുതൽ യാത്ര ചെയ്യണം. ഇനിയിപ്പോൾ എൻ്റെ ഒരു ആഗ്രഹം എന്താണ്, ഐ വോണ്ട് ടു ഗോ ടു കാശ്മീർ. ഓക്കെ, കാശ്മീരിലൊന്ന് പോകണമെന്നൊരാഗ്രഹമുണ്ട്. ഇപ്പോഴതാണ് എൻ്റെ ഒരു ആഗ്രഹം. ഐ വോണ്ട് ടു ഡിസ്കവർ മൈ പാഷൻ. എന്താണ് ഈ പാഷൻ എന്ന് പറയുന്നത്, ഡിസ്കവർ. എനിക്ക് എൻ്റെ പാഷൻ എന്താണ്, നമ്മുടെ താല്പര്യം അല്ലെങ്കിൽ അഭിനിവേശം എന്നൊക്കെ പറയാം അല്ലേ. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോയിൽ അവിടെ ഒരു ടൈറ്റിൽ കണ്ടാണ്, അഭിനയം എന്ന അഭിനിവേശം എന്ന് ഏതോ ഒരു നടൻ കൊടുത്തിരിക്കുന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും പാഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, അതീവ താല്പര്യത്താണ് പാഷൻ. എപ്പോഴും പറയാറുണ്ടല്ലേ, നമുക്ക് എന്താണ് പാഷൻ അത് നമ്മൾ ചെയ്യുക, അപ്പോൾ നമുക്ക് കൂടുതൽ വിജയിക്കാൻ വേണ്ടി പറ്റുമെന്ന് പറഞ്ഞു. അപ്പോഴെന്താണ്, ഐ വോണ്ട് ടു ഡിസ്കവർ മൈ പാഷൻ. നമുക്ക് എല്ലാവർക്കും ഒരു പാഷൻ ഉണ്ട്, അതിനെ കണ്ടെത്തുക എന്നുള്ളതാണ് ഡിസ്കവർ. ഓക്കെ, അപ്പോൾ ഡിസ്കവറും ഇൻവെൻറ്റും തമ്മിലുള്ള വ്യത്യാസം എന്താണ്, ഇൻവെൻറ്റ് എന്ന് പറഞ്ഞാൽ ഇല്ലാത്തൊരു കാര്യം കണ്ടുപിടിക്കുന്നതാണ് ഇൻവെൻറ്റ്. പക്ഷേ ഡിസ്കവർ എന്ന് പറഞ്ഞാൽ എന്താണ്, ഉള്ള കാര്യമാണ് അത് കണ്ടുപിടിക്കുക. അപ്പോൾ അമേരിക്ക കണ്ടുപിടിച്ചു അല്ലേ, നമ്മൾ അത് ഡിസ്കവറാണ്, ഇൻവെൻറ്റ് അല്ല. പക്ഷേ കമ്പ്യൂട്ടർ കണ്ടുപിടിച്ചത് ഒരു ഇൻവെൻഷനാണ്, അതൊരു ഇൻവെൻറ്റാണ് അല്ലേ. അപ്പോൾ ഐ വോണ്ട് ടു ഡിസ്കവർ മൈ പാഷൻ. ഐ വോണ്ട് ടു ജോയിൻ എ മ്യൂസിക് ക്ലാസ്, അല്ലെങ്കിൽ ഐ വോണ്ട് ടു ജോയിൻ എ ഡാൻസ് ക്ലാസ്. ഇതെൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞാണ്. ഓക്കെ, ഐ വോണ്ട് ടു ജോയിൻ എ മ്യൂസിക് ക്ലാസ്. അപ്പോൾ എനിക്കും ആഗ്രഹമുണ്ട്, എന്താണ്, ഐ വോണ്ട് ടു ലേൺ കീബോർഡ്. എനിക്ക് കീബോർഡ് പഠിക്കണമെന്നുണ്ട് അല്ലേ, നമ്മൾ ഓർഗൻ എന്ന് പറയുമല്ലോ, അത് പഠിക്കണമെന്നുണ്ട്. ഇനി മറ്റൊരു റെസൊല്യൂഷൻ വേറൊരു സുഹൃത്തിൻ്റെയാണ്, ഐ വോണ്ട് ടു ബി ഫ്ലുവൻറ്റ് ഇൻ ഇംഗ്ലീഷ്. ഐ വോണ്ട് ടു ബി ഫ്ലുവൻറ്റ് ഇൻ ഇംഗ്ലീഷ്. ഐ വോണ്ട് ടു റിലീസ് മൈ ഫസ്റ്റ് മ്യൂസിക് ആൽബം. അപ്പോൾ എൻ്റെ ആദ്യത്തെ മ്യൂസിക് ആൽബം ഒന്ന് റിലീസ് ചെയ്യണമെന്നുണ്ട്. എന്ന് പറഞ്ഞാൽ റിലീസ് ചെയ്യാന്ന് ഉദ്ദേശിക്കുന്നത് അത് ഉണ്ടാക്കണമെന്നുണ്ടെന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഐ വോണ്ട് ടു റിലീസ് മൈ ഷോർട്ട് ഫിലിം. ഒത്തിരി പേര് ഷോർട്ട് ഫിലിം റിലീസ് ചെയ്യാറുണ്ട് അല്ലേ. ഐ വോണ്ട് ടു റീഡ് മോർ ബുക്സ്.
എനിക്ക് കൂടുതൽ ബുക്ക് വായിക്കണമെന്നുണ്ട്. ഇപ്പോൾ ശശി തരൂരിനോട് ആരോ ചോദിക്കുന്നത്, അപ്പോൾ ശശി തരൂർ പറഞ്ഞ ഇതാണ്, എന്താണ്, എനിക്ക് കൂടുതൽ ബുക്ക് വായിക്കണം എന്നുള്ള ആഗ്രഹമുണ്ട്. അപ്പോഴെന്താണ് എപ്പോഴും പറഞ്ഞൊരു കാര്യമുണ്ട്, റീഡർ ഈസ് എ ലീഡർ എന്ന് പറയാറുണ്ട്. എന്താണ്, ഒരുപാട് വായിക്കുന്നവരാണ് ലീഡേഴ്സാണ് അല്ലേ. ഇപ്പോൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കുക, നമ്മളും ബുക്ക് വായിക്കുന്നതുകൊണ്ട് നമുക്ക് ഒത്തിരി പ്രയോജനം കിട്ടും, നമുക്ക് ഒരുപാട് പേരുടെ എക്സ്പീരിയൻസ് കിട്ടും, നമ്മുടെ ലാംഗ്വേജ് ഭയങ്കരമായിട്ട് ഇമ്പ്രൂവ് ചെയ്യും. ഐ വോണ്ട് ടു റീഡ് മോർ ബുക്സ്. ഐ വോണ്ട് ടു സ്പെൻഡ് മോർ ടൈം വിത്ത് മൈ ഫാമിലി. അപ്പോൾ അതെൻ്റെ ഒരു റെസൊല്യൂഷനിൽ പെട്ടാണ്, എന്താണ്, ഫാമിലിയുടെ കൂടെ കൂടുതൽ സമയം ചെലവഴിക്കണം എന്നുള്ളത്. ഐ വോണ്ട് ടു സ്പെൻഡ് മോർ ടൈം വിത്ത് മൈ ഫാമിലി. ഇനി മറ്റൊരു റെസൊല്യൂഷൻ എന്താണ്, ഐ വോണ്ട് ടു ബിക്കം എ ബെറ്റർ പേഴ്സൺ. ഓക്കെ, ഒരു നല്ലൊരാൾ ആകണം അല്ലേ. ഐ വോണ്ട് ടു ബിക്കം എ ബെറ്റർ പേഴ്സൺ, കൂടുതൽ നല്ലൊരാളാകണം. ഐ വോണ്ട് ടു ഗീവ് എ കോംപ്ലിമെൻറ്റ് ടു അനദർ പേഴ്സൺ എവ്രി ഡേ. വളരെ നല്ലൊരു റെസൊല്യൂഷൻ. എന്താണ്, വേറൊരാൾക്ക് എല്ലാ ദിവസവും ഒരു അഭിനന്ദനം കൊടുക്കണം. എന്തെങ്കിലും ഒരു കാര്യത്തിൽ, ഇപ്പോൾ നമ്മളെ സഹായിച്ചയക്കാം, അല്ല നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. എന്താണ്, കഴിഞ്ഞ ദിവസം ഒരു സിനിമാടൻ്റെ ഇൻ്റർവ്യൂവിൽ പറയുന്നത് കേട്ടതാണ്. അദ്ദേഹം പറഞ്ഞു, ഞാനിങ്ങനെ ആൾക്കാരുടെ അടുത്ത് താങ്ക് യു പറയുമ്പോൾ അവരിങ്ങനെ നോക്കി ചിരിക്കാറുണ്ട് എന്ന്, അല്ലെങ്കിൽ ഗുഡ് മോർണിംഗ് പറയുമ്പോഴേ. അപ്പോൾ ശ്രദ്ധിക്കുക, നമുക്ക് കോംപ്ലിമെൻറ്റ് ചെയ്യുന്ന എപ്പോഴും നമ്മളെപ്പോഴും താങ്ക് യു എന്നുള്ളത് പറഞ്ഞ് പഠിക്കുക. ചിലപ്പോൾ നമുക്കൊരു ചിന്തയുണ്ട്, എന്താണ്, ആരെങ്കിലും എന്തെങ്കിലും സൗജന്യമായിട്ട് നമുക്ക് തന്നാൽ നമ്മൾ താങ്ക് യു പറയും. പക്ഷേ ഒരു പൈസയ്ക്കാണ് നമുക്ക് തരുന്നതെന്ന് നമ്മൾ ഒരിക്കലും പറയാറില്ല. ഉദാഹരണം പറയുകയാണെങ്കിൽ, നിങ്ങളൊരു ബസ്സിൽ ട്രാവൽ ചെയ്യുന്നപ്പോൾ നിങ്ങൾ ടിക്കറ്റ് എടുത്തു, കണ്ടക്ടറിനോട് നിങ്ങൾ തീർച്ചയായിട്ടും താങ്ക് യു എന്ന് പറയണം. അത് ഒരു മര്യാദയാണ്, നമ്മൾ തീർച്ചയായിട്ടും പഠിക്കേണ്ട ഒന്നാണ് അല്ലേ. ഐ വോണ്ട് ടു ഗീവ് എ കോംപ്ലിമെൻറ്റ് ടു അനദർ പേഴ്സൺ എവ്രി ഡേ. ഐ വോണ്ട് ടു മേക്ക് മോർ മണി. ഓക്കെ, ചിലർ അതാണ് പറയുന്നത്, എന്താണ്, എനിക്ക് കൂടുതൽ പൈസ ഉണ്ടാക്കണം എന്നുള്ളതാണ് ചിലരുടെ ന്യൂ ഇയേഴ്സ് റെസൊല്യൂഷൻ. ഐ വോണ്ട് ടു ക്ലിയർ മൈ ക്രെഡിറ്റ് കാർഡ് ബിൽസ്. എന്താണ്, ക്രെഡിറ്റ് കാർഡിൽ ഒത്തിരി പേരുടെ പൈസ എല്ലാം ഇങ്ങനെ അല്ലേ, ഒരുപാട് കടമായിട്ട്, അത് ക്ലിയർ ചെയ്യണം എന്നുള്ളതാണ് ആഗ്രഹം. ഐ വോണ്ട് ടു ക്ലിയർ മൈ ക്രെഡിറ്റ് കാർഡ് ബിൽസ്. ഐ വോണ്ട് ടു ബൈ എ ന്യൂ ഹൗസ്. എനിക്കൊരു പുതിയ വീട് വാങ്ങിക്കണം. ഐ വോണ്ട് ടു ബൈ എ ന്യൂ ഹൗസ്. ഐ വോണ്ട് ടു ഗെറ്റ് എ ന്യൂ ജോബ്, അല്ലെങ്കിൽ ഐ വോണ്ട് ടു ഗെറ്റ് എ ന്യൂ ഗവൺമെൻറ് ജോബ്, അല്ലെങ്കിൽ ഐ വോണ്ട് ടു ഗെറ്റ് എ ഗവൺമെൻറ് ജോബ്. ഐ വോണ്ട് ടു ക്ലിയർ ദ PSC പരീക്ഷ പാസ്സാകണം എന്നുള്ളതാണ് ആഗ്രഹം. ഐ വോണ്ട് ടു ക്ലിയർ ദ PSC. ഐ വോണ്ട് ടു ഡിക്രീസ് മൈ ടൈം സ്പെൻഡ് ഓൺ സോഷ്യൽ മീഡിയ. വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് അല്ലേ. എന്താണ്, എൻ്റെ ഈ സോഷ്യൽ മീഡിയയിൽ, ഈ ഫേസ്ബുക്കിലും വാട്സാപ്പിലും ഒക്കെ ഒരുപാട് നേരം ചെലവഴിക്കുന്നത്, അത് ഡിക്രീസ് ചെയ്യണം എന്നുള്ള ആഗ്രഹമുണ്ട്. ഐ വോണ്ട് ടു ഡിക്രീസ് മൈ ടൈം സ്പെൻഡ് ഓൺ സോഷ്യൽ മീഡിയ. ഇനി മറ്റൊന്നാണ്, ഐ വോണ്ട് ടു ഇൻവെസ്റ്റ് മോർ ടൈം ഓൺ മീ. വളരെ പ്രധാനപ്പെട്ടതാണ് അല്ലേ. എൻ്റെ മേൽ തന്നെ, എനിക്ക് വേണ്ടി തന്നെ, എൻ്റെ സ്കിൽ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ ഐ വോണ്ട് ടു ബിക്കം എ ബെറ്റർ പേഴ്സൺ അല്ലേ. അതിനൊക്കെ വേണ്ടി നമുക്ക് നമ്മുടെ മേൽ തന്നെ സമയം ചെലവഴിക്കുക, അത് വളരെ പ്രധാനപ്പെട്ട. അപ്പോൾ അതിൻ്റെ അകത്തുള്ള ഒന്നാണ് എന്താണ്, നമ്മുടെ ഇംഗ്ലീഷ് ഇമ്പ്രൂവ് ചെയ്യുക എന്നുള്ളത് അല്ലേ. ഇപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ സമയം ചെലവഴിക്കാം. ഐ വോണ്ട് ടു ഫൈൻഡ് തിങ്സ് വിച്ച് മേക്ക് മീ ഹാപ്പി. എന്താണ്, എനിക്ക് സന്തോഷം തരുന്ന കാര്യങ്ങൾ എനിക്ക് കണ്ടുപിടിക്കണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. പലപ്പോഴും സംഭവിക്കുന്നത് അങ്ങനെ, നമുക്ക് എന്തിലാണ് സന്തോഷം കിട്ടുന്നത് പോലും ചിലപ്പോൾ നമുക്ക് അറിയാൻ പറ്റത്തില്ല. അപ്പോൾ തീർച്ചയായിട്ടും അതെന്താണ്, നമ്മുടെ ഒരു പാഷൻ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് അത് കിട്ടുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ന്യൂ ഇയറിൻ്റെ റെസൊല്യൂഷൻ എന്താണെന്നുള്ളത് തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റിൽ എഴുതുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ് ആൻഡ് ഗോഡ് ബ്ലെസ് യു.